ഞാൻ എപ്പോൾ ഈ ഒരു കഫേയിൽ പോകുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇവിടുത്തെ ഒരു ഫുഡ് റിവ്യൂ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഫൈനലി ഇന്നാണ് എനിക്കതിനൊരു അവസരം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ ഫാമിലീനും കൂട്ടി ഞാൻ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടുത്തെ ഫുഡിന് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത്. അതിനൊരു റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആണെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ ആണെങ്കിൽ ഇങ്ങനെ ജങ്ക് ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല. ബട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഉമ്മ ജങ്ക് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. തീരെ കഴിക്കാറില്ല എന്നല്ല, ബട്ട് ഇതുപോലത്തെ ഡിഷസ് കഴിക്കാൻ തുടങ്ങിയത് എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ്. ഇനി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഓരോ ഡിഷസും ഒന്നിനോടൊന്ന് മെച്ചം. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും ആ വെയിറ്റ് ചെയ്യുന്നതിനുള്ള ഫുഡ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഏത് ഫ്ലേവറാണോ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്ലേവറിൽ എനിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ലൈക്ക് സ്വീറ്റ് ആയാലും സവർ ആയാലും, ഇനി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു സാധനം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ബട്ട് ജങ്ക് ഫുഡ് ആകുമ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ എന്തായാലും മടുപ്പ് വരും. അതിനിപ്പോൾ ഇവിടുന്നല്ല എവിടുന്ന് കഴിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. റീസെൻ്റായിട്ട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വന്ന 2 സാധനങ്ങളാണ് ഡൈനാമിക് മോമോസും നാഷ്വില്ലെ വിങ്സും. ഉമ്മാൻ്റെ മുഖത്ത് ആ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ഷീ ഈസ് ഹാപ്പി. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ കഫേ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ സ്ഥലം വരുന്നത് നമ്മുടെ കുംബ്ലയിൽ കൊട്ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട്. ബൈ.